ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. എഡി സാറാണ്. മക്കളെ, നിങ്ങളുടെ SSLC റിസൾട്ട് എല്ലാം വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇത്രയും ദിവസം നിങ്ങളുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് SSLC റിസൾട്ട് വരുന്നതിനെ ആലോചിച്ചായിരുന്നു. ആ റിസൾട്ടിൽ മാർക്ക് എങ്ങനെയുണ്ടാവും കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ്. ഇപ്പോഴാണെങ്കിലോ അതിനേക്കാളും വലിയ ടെൻഷനിലേക്കാണ് നിങ്ങൾ എത്തിയത്. ഇനി നമ്മൾ ഏതെടുക്കും? അതൊരു വലിയ കൺഫ്യൂഷനാണ് ഇവരുടെ മനസ്സിൽ. സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് പോകണോ, ഇങ്ങനൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇതിനിടയിൽ വരുന്നൊരു പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് പേര് ചിലപ്പോൾ ആഗ്രഹിച്ച മാർക്ക് കിട്ടിയ ആളുകളുണ്ടാവും, അതിലെ അധികം കിട്ടിയ ആളുകളുണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞ ആളുകളുണ്ടാവും. ഇവരൊക്കെ ആലോചിക്കുന്നത്, ഞാൻ മാർക്ക് കുറഞ്ഞത് കൊണ്ട് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിരുന്ന സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്താൽ പ്രശ്നമായിരിക്കുമോ, ഞാൻ അത് സാക്രിഫൈസ് ചെയ്യണോ, ഇങ്ങനെയുള്ള ഒരുപാട് എന്ന് വെച്ചാൽ ഭയങ്കര ക്വസ്റ്റ്യനിങ് ആയിട്ട് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന. ഫുൾ A+ കിട്ടിയതുകൊണ്ട് മാത്രം ഞാൻ സയൻസ് എടുക്കണോ, അങ്ങനത്തെ, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയിട്ട് ഞാൻ കൊമേഴ്സ് എടുത്താൽ ബാക്കി ആരെങ്കിലും എന്നെ കളിയാക്കോ, അല്ലെങ്കിൽ എൻ്റെ ഡിസിഷൻ തെറ്റായി പോകുമോ, അങ്ങനത്തെ കുറേ സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞങ്ങളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഏത് കരിയറിലേക്ക് ചൂസ് ചെയ്യണം, നിങ്ങൾ ഏത് സ്ട്രീമിലേക്കാണ് ഇനി +1 +2ലേക്ക് പോകേണ്ടത്, കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സാറേ. നമ്മൾ ഈ ഒരു സയൻസ് എടുക്കുക എന്ന് പറയുന്നത് ഫുൾ A+ കിട്ടിയ മക്കൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണോ? ഫുൾ A+ കിട്ടിയ ഒരു കുട്ടി സയൻസ് തന്നെ എടുക്കണമെന്ന് കമ്പൽസറി ഉണ്ടോ? ഇല്ല. എൻ്റെ ഒരു ഫ്രണ്ട് 8 A+ ആയിരുന്നു. അവന് A+ പോയത് ഹിന്ദിയിലും സോഷ്യലിലുമാണ്. അപ്പോൾ അവൻ സയൻസ് ആണ് എടുത്തത്. ഇന്ന് അവൻ പഠിക്കുന്നത് IIT ഡൽഹിയിലാണ്. ഫിസിക്സിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IIT ഡൽഹിയിലായിരുന്നു ആദ്യത്തെ 2 വർഷം PhD. ഇപ്പോൾ അത് IIT ഡൽഹിയും ഓസ്ട്രേലിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു PhD പ്രോഗ്രാമാണ്. ഇപ്പോൾ അവൻ ഓസ്ട്രേലിയയിലാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫുൾ A+ അല്ല, നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, 10ാം ക്ലാസ്സിലെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത അഡ്മിഷൻ ഉറപ്പാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടെ കരിയർ തീരുമാനിക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എത്രമാത്രം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു എന്നതനുസരിച്ച് തന്നെയായിരിക്കും. ഇപ്പോൾ സാറ് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഡ്രീമിനെ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സയൻസ് സ്ട്രീമിലുള്ള ഒരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ, മെഡിക്കലോ എഞ്ചിനീയറിങ്ങോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിസർച്ച് ഫീൽഡോ, ഇങ്ങനെയുള്ള ഫീൽഡുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറ്റ് ഫീൽഡുകളിലേക്ക് എനിക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. അതേസമയം നമ്മുടെ കൊമേഴ്സ് എന്ന് പറയുന്ന സ്ട്രീമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നല്ലേ സർ? അതെ, കൊമേഴ്സിലാണെങ്കിലും ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്, ഒരുപാട് സാധ്യതകളുള്ള ഒരു, അതായത് ഇൻ്റർനാഷണൽ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതായത് CA ആണെങ്കിലും ACC ആണെങ്കിലും അതുപോലെ തന്നെ CMA ആണെങ്കിലും CS ആണെങ്കിലും ഒക്കെ ഒരുപാട് സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിൽ. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ കേട്ടിരുന്നത് ഡോക്ടർ ആയാൽ പ്രസ്റ്റീജിയസ് ആണ്, ടീച്ചർ ആയാൽ പ്രസ്റ്റീജിയസ് ആണ്. പക്ഷെ അതിലപ്പുറമായിട്ട് അതിലും വലിയ വാല്യൂസ് കിട്ടും. അതായത് ഇവരുടെ ഒരു ഒപ്പിനാണ് വില. അതെ, സത്യമായിട്ടും. അതായത് നിങ്ങളൊരു CA അല്ലെങ്കിൽ ACC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പിനാണ് പൈസ എന്ന് പറയുന്നത്. അത്രയും സാലറി ഉള്ള ഒരു ജോബാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അവിടെ സാലറി എന്ന് മാത്രം നമ്മൾ പറഞ്ഞ പോരാ, അവിടെ ജോബിന്റെ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനും കൂടെ ഉണ്ട്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ടീച്ചർ, അതുപോലെ തന്നെ ഡോക്ടർ, എഞ്ചിനീയർ, അവർ മാത്രമായിരുന്നു പ്രസ്റ്റീജിയസ് പോസ്റ്റുകൾ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഇപ്പോൾ CS പോലെയുള്ള CA പോലെയുള്ള കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾ ഭയങ്കര പ്രസ്റ്റീജിയസ് പോസ്റ്റാ. അങ്ങനെയുള്ള ചാൻസുകളാണ് മക്കളെ നിങ്ങൾ ഒരിക്കലും നഷ്ടമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി സയൻസിലാണെങ്കിലും നിങ്ങളിപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് പുതിയ പുതിയ കോഴ്സുകൾ, പുതിയ സാധ്യതകൾ ഒക്കെ ലോകം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സയൻസ് സ്ട്രീമും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനിടയിൽ ആലോചിക്കുന്ന ഒരു കുട്ടികളുണ്ട്, സാറേ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന മക്കൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ജിയോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, സൈക്കോളജി, ജേർണലിസം, ഇതൊക്കെയാണ് നിങ്ങളുടെ പാഷനെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ സയൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തേണ്ടത് സയൻസിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, നിങ്ങൾ ഇതിനോട് താല്പര്യവും അതുപോലെ തന്നെ ഇത് പഠിക്കാൻ ഇതിൻ്റെ ബേസിക്സിൽ അത്യാവശ്യം ഒരു അറിവും നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ബേസിക്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ആക്കിയിരിക്കണം എന്നുള്ള. അല്ലാതെ നമ്മൾ ഒരു ബേസും ഇല്ലാതെ, ഒരു അറിവും ഇല്ലാതെ എനിക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇറങ്ങിത്തിരിക്കരുത്. നമ്മൾക്ക് ആ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടായിരിക്കണം. ഇപ്പം മാത്സിനോട് കുറച്ച് താല്പര്യമുള്ള, ബിസിനസ്സിനോട് കുറച്ച് താല്പര്യമുള്ള കുട്ടി മാത്രമേ എവിടേക്ക് പോകാവൂ, കൊമേഴ്സ് സ്ട്രീമിലേക്ക് പോകാവൂ. നമ്മുടെ മറ്റ് ഫീൽഡുകളിലേക്ക്, നമ്മുടെ പൊളിറ്റിക്കൽ ഫീൽഡുകളിലേക്ക്, മറ്റ് ഫീൽഡുകളിലേക്ക്, ജേർണലിസത്തിലേക്ക് താല്പര്യ കുട്ടിയെ ഹ്യൂമാനിറ്റീസിലേക്ക് പോകാവൂ. ഒരിക്കലും ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ്, നിങ്ങൾ മറ്റൊരാളുടെ ഒരു വാശി മൂലം നിങ്ങളൊരു ഫീൽഡിലേക്ക് പോകരുത്, മാർക്ക് മൂലം നിങ്ങളൊരു ഫീൽഡ് ചൂസ് ചെയ്യരുത്, നിങ്ങളൊരു സ്ട്രീമിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നിങ്ങളുടെ സ്വപ്നം എന്താണോ മക്കളെ, അതിലേക്ക് തന്നെ നിങ്ങൾ ഉറപ്പിച്ചിട്ട് നടക്കണം എന്നുള്ളതാണ്.
അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സയൻസ് എടുക്കാം. അതായത് നിങ്ങൾക്ക് ഫുൾ A+ ഉണ്ടോ എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡം. സോ ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്, ഇനി നിങ്ങൾക്ക് മാർക്ക് കുറച്ച് കുറവാണ്, നിങ്ങളുടെ ബേസിക്സ് കുറച്ച് വീക്കാണ്, എന്നാലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എനിക്കിത് പഠിക്കാൻ പറ്റും, ഞാൻ പഠിക്കും, അങ്ങനെ നിങ്ങൾക്കൊരു വിചാരമുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് തരാൻ സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോ അതിലും മികച്ച സപ്പോർട്ടുമായിട്ട് സൈലത്തിൻ്റെ 2 ബാച്ചുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. സയൻസ് എടുത്ത് പഠിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് അഗ്നി ബാച്ചുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം കൊമേഴ്സിന്റെ മക്കളാണെന്നുണ്ടെങ്കിൽ യുവ ബാച്ച് സൈലത്തിലുണ്ട്. ഈ 2 ബാച്ചുകളിലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഫീച്ചറുകളോടുകൂടി തന്നെയാണ് വളരെ അഫോർഡബിൾ ആയിട്ട് സൈലം ഈ ഒരു ബാച്ച് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അതിൽ തന്നെ അഗ്നി ബാച്ചിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽ കൂടി ലഭിക്കുന്നതാണ്. സോ മക്കളെ, നിങ്ങളോട് വീണ്ടും ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ കൺഫ്യൂഷനുകൾക്കെല്ലാം ഏകദേശം തീരുമാനമായി എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ നടന്നു തുടങ്ങുക. നിങ്ങളുടെ ആ സ്വപ്നങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും നിങ്ങൾക്ക് പിന്താങ്ങായിട്ട്, നിങ്ങളുടെ കൂടെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വി ആർ സൈനിങ് ഓഫ്. താങ്ക് യു.